2 സവോള ഉണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് 2 സവോള കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഞരടി കൊടുത്താൽ നമുക്ക് ആ സവോള ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതിലേക്ക് എരിവിന് പച്ചമുളകാണ് ചേർക്കുന്നത്. 2 പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. എരിവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് നാരങ്ങാനീര് ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങയുടെ നീര് മുഴുവൻ എടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണിൽ താഴെ ഉപ്പും ചേർക്കാം. ഇനി ഒരു ചെറിയൊരു താളിപ്പും കൂടെ ഇതിലേക്ക് ചേർക്കണം. ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും പെരിഞ്ജീരകവും ഇട്ട് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. പച്ചമുളക് നമ്മൾ ചേർത്തതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാൻ. ഈ പൊടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ സവോളയിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്നുണ്ടാക്കി ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണേ. സിമ്പിളല്ലേ, ട്രൈ ചെയ്ത് നോക്കണേ.